ഹാർട്ട് അറ്റാക്ക് പേഷ്യൻസ് 50% 50 വയസ്സിന് താഴെയുള്ളവരാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്നാൽ അതിനകത്ത് റീസെന്റ് ആയിട്ട് 30 വയസ്സിന് താഴെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം വളരെയധികം കൂടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അവരുടെ ആഹാരം ശരിയല്ല, എക്സസൈസ് ഇല്ല, ഡയറ്റ് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാം. അതൊന്നും ഞാൻ ഒഴിവാക്കുന്നില്ല. പക്ഷെ അതിനെല്ലാം അപ്പുറത്തായിട്ട് ഇതിനെല്ലാം കാരണമാവുന്നത് മാനസിക സംഘർഷമാണ്. ആ മാനസിക സംഘർഷം ഒരിക്കലും അവർക്ക് ഇവിടുത്തെ ജോബിന്റെ സ്ട്രെസ്സോ ഇവിടുത്തെ കഷ്ടപ്പാടോ ഒന്നുമല്ല. നിങ്ങൾ നാട്ടിൽ നിന്ന് കൊടുക്കുന്ന മാനസിക സംഘർഷമാണ്. പ്രവാസികളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സംഭവമാണ് ഹാർട്ട് അറ്റാക്ക്. അതുപോലെ ഈ പ്രീമച്യൂർ ഡെത്ത്, കാർഡിയക് അറസ്റ്റ് ആയിട്ടായിരിക്കാം പല രീതിയിലും വരാറുണ്ട്. അപ്പം പലരും പല രീതിയിലാണ് ഇതിനെ അഡ്രസ് ചെയ്യാറുള്ളത്. ഒന്നുകിൽ ഇത് സ്ട്രെസ് റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്യും, അല്ലെങ്കിൽ പോർ ഡയറ്റ് ആയിരിക്കാം, ലാക്ക് ഓഫ് എക്സസൈസ് ആവാം, അല്ലെങ്കിൽ വാക്സിനെ ബ്ലെയിം ചെയ്യുന്ന ആളുകളുണ്ട്. ശരിക്കും ക്രോണിക് സ്ട്രെസ് പ്രവാസികൾക്ക് ഫാമിലി സൈഡിൽ നിന്നുണ്ടാവാം, വർക്ക് സൈഡിൽ നിന്നുണ്ടാവാം, ഫൈനാൻഷ്യൽ സ്ട്രെസ് കാര്യങ്ങളൊക്കെ വരാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ കാർഡിയാക് അറസ്റ്റ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിലോട്ട് മൂവ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മൾ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ കോർട്ടിസോൾ എലിവേറ്റ് ചെയ്യും. കോർട്ടിസോൾ എലിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ ആൻഡ് ഹാർട്ട് ബീറ്റ് നല്ല രീതിയിൽ ഇൻക്രീസ് ആവും. ചില സമയത്ത് അത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാനും അതുപോലെ ഓർഗൻസിൻ്റെ ചുറ്റും വിസറൽ ഫാറ്റ് ഫോം ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് നടക്കുമ്പോൾ പല സമയത്തും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഡെത്ത് വരും. സോ വിസറൽ ഫാറ്റ് കുറയ്ക്കും.